നമോ ഭഗവതേ വാസുദേവായ. ഭഗവാനും ഭക്തിയും. ഭഗവാനിലേക്ക് സഞ്ചരിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഭക്തി. ലക്ഷ്യം ഭഗവാനാണ്. അതുകൊണ്ട് മനസ്സ് ഭഗവാനിൽ മാത്രം സമർപ്പിക്കണം. ഭഗവാൻ നമ്മിൽ തന്നെ വസിക്കുന്നു എന്ന് അറിയണം. എല്ലാവരിലും ഭഗവാൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഉള്ളിലുള്ള ഭഗവാനെ കാണുന്നില്ല, അറിയുന്നില്ല? നമ്മിൽ ഭഗവാൻ മാത്രമല്ലേ ഉള്ളത്? ആഗ്രഹങ്ങളും മോഹങ്ങളും കാമനകളും വിദ്വേഷങ്ങളും സ്വാർത്ഥതയും ഒരു പടി കൂടി കടന്നാൽ ക്രൂരതയും പൈശാചികമായുള്ള മനുഷ്യരുമുണ്ട്. അതിനെയെല്ലാം മറികടന്നു വേണം അവനവനിലെ ഭഗവാനെ അറിയാൻ. ഉള്ളിലെ ഭഗവാനെ അറിയിച്ചു തരുവാൻ ഗുരുവിന് കഴിയില്ല. ഗുരുവിനും ഭഗവാനല്ലേ. ഓരോ മനുഷ്യരും അവരുടെ പൂർണ്ണതയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കണം. അത് തന്നെയാണ് ഭഗവാനിലേക്കുള്ള ഏക മാർഗവും. ഗുരു ഒരിക്കലും ലക്ഷ്യമല്ല, മാർഗം മാത്രമാണ്. ഭഗവാനെ അറിഞ്ഞ ഗുരുവിൽ നിന്നുള്ള അറിവാണ് മാർഗമായിരിക്കുന്നത്. എന്നാൽ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് സ്വന്തം നിസ്വാർത്ഥത കൊണ്ടും കരുണ കൊണ്ടും നൈഷ്ഠികമായ ധർമ്മബോധം കൊണ്ടുമാണ്. ഭഗവാനിലേക്ക് സഞ്ചരിക്കുവാൻ ഭക്തിയാണ് വേണ്ടത്. എന്നാൽ ഭക്തിയുടെ മാർഗം അറിയുവാൻ ജ്ഞാനം വേണം. അനുഭവ ജ്ഞാനം ഉള്ളവരിൽ നിന്നും അത് അറിവായി സ്വീകരിക്കണം. ജ്ഞാനം ഉള്ളവരിൽ നിന്നും നേരിട്ട് അറിവ് സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കുന്നവരിലെ തടസ്സങ്ങൾ നീക്കുവാനും അറിവ് നൽകുന്ന ജ്ഞാനിക്ക് കഴിയും. എന്താണ് ഭക്തി? ഭഗവത്, കർമ്മം, ഏകത. ഭഗവാനോട് ചേരുന്നതാണ് ഭക്തി. അതിനുള്ള പരിശ്രമങ്ങൾ ഭക്തിയുടെ ഭാഗങ്ങളാണ്. ആരാണ് ഭഗവാൻ? ഭംഗങ്ങൾ 6 തികഞ്ഞവരെ ഭഗവാൻ എന്നും പറയുന്നു. എന്താണ് ഭംഗങ്ങൾ? വിഷ്ണു പുരാണം. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം ഇവ 6മാണ് ഭംഗങ്ങൾ. പരിശ്രമത്താൽ ഈ ഭഗത് ഗുണങ്ങൾ സ്വന്തമാക്കലാണ് ഭക്തി അഥവാ ഭഗവത് എന്ന അവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ പരിശ്രമമാണ് ഭക്തി. ഭഗവാനെ ഉത്തമ ശ്ലോകങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഭാഗവത് ഗ്രന്ഥം നിരന്തരമായി പഠിക്കുന്നതിലൂടെ അനർത്ഥങ്ങൾ നശിച്ചു പോകുമ്പോൾ ഉറച്ചതും അചഞ്ചലവുമായ ഭക്തി ഉദിക്കുന്നു. ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥമെങ്കിലും ഒരർത്ഥം കൂടി നൽകുന്നു. മനസ്സിൽ ഭഗവാനോടുള്ള പൂർണ്ണ സമർപ്പണത്തോടെയും സ്തുതികളോടെയും മാനവ സേവനം തന്നെ മാധവ സേവ എന്നറിഞ്ഞുകൊണ്ട് സഹജീവികളോടും സമൂഹത്തോടും സേവനം ചെയ്താൽ അനർത്ഥങ്ങൾ ഇല്ലാതായിക്കൊണ്ട് നൈഷ്ഠിക ഭക്തി ഉണ്ടാകുന്നു. നാരദ ഭക്തിസൂത്രം പറയുന്നത് പോലെ മനുഷ്യൻ എന്ന അവസ്ഥയിൽ പ്രേമം കൊണ്ട് സ്വയം ഭഗവാനിൽ ലയിക്കുന്നതാണ് ഭക്തി. യോഗി എന്ന അവസ്ഥയിൽ ബ്രഹ്മം തന്നെയാണ് ഞാൻ എന്നതാണ് ഭക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.